നമസ്കാരം. ലോകത്തെ മുൾമുനയിൽ നിർത്തി ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരത്തിനായി ബ്രിട്ടൻ വിളിച്ചു ചേർത്ത 35 രാജ്യങ്ങളുടെ നിർണായക യോഗത്തിൽ ഇന്ത്യയും പങ്കെടുക്കുന്നു. എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ കടലിടുക്ക് തുറക്കുന്നതിനുള്ള വഴികൾ തേടിയാണ് അടിയന്തര നീക്കം. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യാഴാഴ്ച വൈകുന്നേരം നടക്കുന്ന വെർച്വൽ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് ഈ ചർച്ച. രാജ്യത്തെ 40% എണ്ണയും 50% പ്രകൃതിവാതകവും 80%-ലധികം LPG ഇറക്കുമതിയും ഈ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാൻ പാത തടഞ്ഞതോടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ തന്നെ ഭീഷണിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ നിരന്തരം ചർച്ചകൾ നടത്തി വരികയാണെന്നും ഇതിനോടകം 6 ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത മുറിച്ചു കടക്കാൻ കഴിഞ്ഞുവെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാളും അറിയിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹോർമൂസ് തുറക്കുന്നത് തന്റെ പ്രഥമ പരിഗണനയാണെന്ന് ആവർത്തിച്ചിരുന്ന ട്രംപ് പെട്ടെന്നാണ് നിലപാട് മാറ്റിയത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ സ്വന്തം നിലയ്ക്ക് എണ്ണ കണ്ടെത്തട്ടെ എന്നും അമേരിക്ക ഇനി സഹായിക്കില്ലെന്നും ട്രംപ് തുറന്നടിച്ചു. ഹോർമൂസ് അടഞ്ഞത് മൂലം ഇന്ധനം കിട്ടാത്ത ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഒന്നെങ്കിൽ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുക, അല്ലെങ്കിൽ അല്പം ധൈര്യം സംഭരിച്ച ഹോർമൂസിൽ പോയി അത് പിടിച്ചടക്കുക എന്നായിരുന്നു ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അമേരിക്കയുടെ ഈ പിന്മാറ്റം പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. സ്വയം പോരാടാൻ പഠിക്കുക, അമേരിക്ക ഇനി നിങ്ങളെ സഹായിക്കാൻ കൂടെ ഉണ്ടാവില്ല, ഞങ്ങളെ സഹായിക്കാൻ നിങ്ങളും ഉണ്ടായിരുന്നില്ലല്ലോ, ഇറാന്റെ കഥ ഏകദേശം കഴിഞ്ഞു, കഠിനമായ പണികളെല്ലാം തീർന്നു, ഇനി നിങ്ങൾ പോയി സ്വന്തം എണ്ണ കണ്ടെത്തൂ എന്നാണ് ട്രംപ് തന്റെ കുറിപ്പിൽ ആഞ്ഞടിച്ചത്. സഖ്യകക്ഷികളോടുള്ള ട്രംപിന്റെ ഈ കടുത്ത നിലപാട് ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയത് മുതൽ ട്രംപിന്റെ നിരന്തര പരിഹാസത്തിനിരയാകുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ട്രംപിന്റെ വെല്ലുവിളിക്ക് പിന്നാലെ ഉറച്ച നിലപാടുമായാണ് രംഗത്തെത്തിയത്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ, UAE എന്നിവയുൾപ്പെടെ 35 രാജ്യങ്ങൾ സമുദ്ര സുരക്ഷ പുനഃസ്ഥാപിക്കാൻ കൈകോർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കാനും കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ എല്ലാ നയതന്ത്ര രാഷ്ട്രീയ നീക്കങ്ങളും ഈ യോഗം വിലയിരുത്തുമെന്നും സ്റ്റാർമർ പറഞ്ഞു. ഇതിന് പിന്നാലെ സൈനിക ആസൂത്രകരുടെ യോഗം വിളിക്കുമെന്നും യുദ്ധം അവസാനിച്ചാൽ ഉടൻ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ആവശ്യമായ സൈനിക ശേഷി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി യെവറ്റ് കൂപ്പറിന്റെ അധ്യക്ഷതയിലാണ് വ്യാഴാഴ്ചത്തെ യോഗം നടന്നത്. ഇതിന് പിന്നാലെ കൂടുതൽ ഉദ്യോഗസ്ഥതല ചർച്ചകൾ നടത്തി പദ്ധതിയുടെ അന്തിമ രൂപം തയ്യാറാക്കുമെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ പിന്മാറ്റത്തിനിടയിലും ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള വലിയൊരു സഖ്യത്തിനാണ് ബ്രിട്ടൻ ഇപ്പോൾ തുടക്കമിടുന്നത്. എന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി തന്നെയാണ്. അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നത് ബ്രിട്ടൻ അടക്കമുള്ള തങ്ങളുടെ സഖ്യകക്ഷികൾ അമേരിക്കയോടൊപ്പം യുദ്ധത്തിന് ഇറങ്ങുമെന്നുള്ളതായിരുന്നു. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സഖ്യത്തിനൊപ്പം ചേരാൻ നാറ്റോ അടക്കമുള്ള സഖ്യത്തിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് നാറ്റോയിൽ നിന്നടക്കം അമേരിക്ക പിന്മാറുമെന്ന വാർത്തകൾ വന്നിരുന്നു. ഹോർമൂസ് തുറക്കുമെന്ന്, അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് ട്രംപ് പല ഘട്ടങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞെങ്കിലും അതൊന്നും നടപ്പിലാകാത്ത സ്ഥിതിയാണ് വന്നത്. ഏറ്റവും ഒടുക്കം ട്രംപിന്റെ നിലപാട് മാറ്റത്തോടു കൂടിയാണ് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ 35 രാഷ്ട്രങ്ങൾ ഇപ്പോൾ കൈകോർക്കുന്നത്.